മാനസിക ആഘാതത്തെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മാനസിക സമ്മർദ്ദം പൊതുവെ കുറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാം എന്നത് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതീവ ദുഃഖകരമായ വയനാട് ദുരന്തമുഖത്ത് നമ്മൾ കണ്ടു നമ്മുടെ രക്ഷാസൈന്യം എത്ര ഊർജ്ജസ്വലമായിട്ട് എത്ര കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്കെല്ലാം ചിന്തിച്ച് തീർക്കാൻ കഴിയും മുമ്പേ പുഴയ്ക്ക് കുറുകെ അവരൊരു പാലം കെട്ടുന്നു. ആ പാലം കെട്ടുവാനുള്ള വിദ്യ അവർ പഠിച്ചതും പരിശീലിച്ചതും ദുരന്തമുഖത്തു നിന്നല്ല, പിന്നെയോ ദുരന്തമില്ലാത്തപ്പോൾ തന്നെ ഈ വിദ്യകളെല്ലാം പഠിച്ച് പരിശീലിച്ച് ദുരന്തമുഖത്ത് അവർ അത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. മാനസിക ആഘാതമേൽക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ദിനചര്യയുടെ ഭാഗമെന്നോണം സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നത് പരിശീലിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.